സർവശക്തനായ തമ്പുരാനെ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയ വഴിത്തിലുണ്ടാകുന്ന ദിവസമാണ്. ഇത്രയും നാളും ഞാൻ പലരുടെ ആട്ടും തുപ്പും കേട്ടതിന് പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ്. എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. അറിയാതെ എന്തെങ്കിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ കർത്താവേ. എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഇത്ര വലിയ സംഭവമാണ് ഇന്ന് നടക്കാൻ പോണത്. ഇങ്ങനെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനും പറ്റേ. എടീ പോത്തെ, ഇന്നലെ വെളുക്കുന്ന അടുത്ത് ഞാൻ വേദം ഓതിയല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ തല കുലിക്കല്ലോ. ക്ലീറ്റോന് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചത്. ഓ കൊള്ളാം, നല്ല മുതൽ തന്നെ നീ. എടീ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒന്നും കൂടി പറ. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് സംസ്ഥാനത്തിലേക്ക്. സംസ്ഥാന നേതൃത്വം ഒന്ന് പരിഷ്കരിക്കാനായിട്ട്. ഇത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോ ക്ലീറ്റ് എന്നും പറയണതിനകത്ത് എന്താന്നേ വ്യത്യാസം? എല്ലാ ദിവസവും ക്ലീറ്റ് ഇവിടുന്ന് പോകുമ്പോൾ പറയും കേന്ദ്ര നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി. എടി കഴുത, ഇത് അതുപോലെ അല്ല. ഇന്നത്തോടെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ഓക്കെ ആവും. എൻ്റെ പേര് പരിഗണനയിൽ ഉണ്ടെന്നാണ് രഹസ്യ വിവരം. പാർട്ടിയുടെ ഏറ്റവും വലിയ പദവിയാണ് എനിക്ക് ലഭിക്കാൻ പോണത്. പദവി ലഭിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മോളെ ആ പദവി അങ്ങോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മളൊക്കെ ആരായി? ഇഷ്ടംപോലെ കാശ് വന്ന് മറിയും. പിന്നെ വീട് തരും, പാർട്ടിയുടെ ഇതിൽ വണ്ടി തരും, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പൊന്നുമോള് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയൊക്കെ ഉണ്ട് എപ്പോഴും. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല അവർ നോക്കുന്നത്. അവർ നമ്മുടെ ആ നിപ്പും നടപ്പും നമ്മുടെ എടുപ്പും നമ്മുടെ എന്താ പറയുക വർത്താനവും വേഷവിധാനം ആരും തോപ്പിക്കാൻ പറ്റില്ല. ക്ലീറ്റ വെറുതെ ഇതേപോലെ പോയി നിന്ന ക്ലീറ്റ സിനിമാ നടനെ തോപ്പിക്കും. പിന്നെയാണ് ഇടയ്ക്ക് പാർട്ടിയിൽ നമ്മുടെ പിള്ളേരൊക്കെ പറയാറുണ്ട്, ക്ലീറ്റ ചേരെ കണ്ട സുരേഷ് ഗോപിയെ പോലെ. അത്രയും വണ്ണവും പൊക്കും ഒക്കെ ഉണ്ട്. നേരക്കൊന്ന് നിന്ന് അത് തന്നെ. എന്നാ പിന്നെ നീ യൂണിഫോം എടുത്തോണ്ട് വാ. എന്റെ പാർട്ടിയുടെ ഡ്രസ്സ് എടുത്തോണ്ട് വാടി തേക്കാൻ. കുന്തമഴിക്കാളേക്കണത് ഡ്രസ്സ് കഴുകിയില്ലേ? അല്ല, എന്നും പറയണ പോലെയാന്ന് വിചാരിച്ചിട്ട് പിന്നെ എവിടെ? പക്ഷെ വൈകുന്നേരം കഴുകിയിട്ടത്. ഓ കർത്താവേ, അപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവൂല. ഉണങ്ങിട്ടുണ്ടാവും. പോയി എടുത്തോണ്ടാടി. തേച്ചില്ല. തേക്കാൻ ഞാൻ തേച്ചോളാം. ഓ എന്റെ കർത്താവേ, ഏത് സമയത്താണെന്ന് ഇതിനെ കെട്ടി എടുത്തത് ഞാൻ. ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു കഴുത. അല്ലെങ്കിൽ കെട്ടിയോൻ ഇങ്ങനെ ഒരു നല്ല കാര്യം വരാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള അങ്ങനെയൊന്നുമില്ല. കട്ടുമുണ്ടും എടുക്കാൻ പോയോളാ വെരി കോടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ഓ നീ കഴുതേ, ഇതങ്ങ എന്റെ മുണ്ട് ഷർട്ട് എടുക്കാൻ പറയും. നീ എന്ത് പൂരപ്പറമ്പിൽ ഇങ്ങനെ കാഴ്ച കാണാൻ നടക്കുമ്പോൾ നടക്കണം? എവിടെ മുണ്ട് ഷർട്ട്? എവിടെ ഉണ്ടാ? എവിടെ ഉണ്ട്? എവിടെ കൊണ്ടിട്ട് നീ? ഇവിടെ ഇട്ടാ? എവിടെ ചോദിച്ചു? ഇവിടെ ഇട്ട അവിടെ ഇട്ടെന്ന് പറഞ്ഞ നോക്കുന്ന തമാശ കളിക്കരുത്. ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെ ഇടിയത്? അന്നത്തെ പോലെ പോയി തോന്നുന്നു. മീറ്റിംഗ് എവിടെയാന്ന് എനിക്കറിയാം. എവിടെയാന്ന് എനിക്കറിയാം. ഇറങ്ങിക്കോളാം. ഇറങ്ങിക്കോളാം. മര്യാദക്ക് തടാ. മര്യാദക്ക് തിരിച്ചേരാൻ. സമാധാനത്തിൽ എടാ പിന്നെ ഷർട്ടും മുണ്ടും കാണാതായടാ. ഇന്നലെ ഞാൻ അവിടെ കഴുകിട്ട് വെച്ചതാ. പിന്നെയും പോയാ? നോക്ക്, ചിരിക്കുന്ന നോക്കവൻ. നിന്റെ അവസ്ഥ ചിരിച്ചു കളയാ. ഓ നിനക്ക് സന്തോഷമായിരിക്കും അവസ്ഥ കണ്ടിട്ട്. എടാ എടുത്തെങ്കിൽ തിരിച്ചു കൊടുക്കും. എടി ഞാൻ എടുത്തില്ല. നാത്തൂനെ ഏട്ടനെ എടുത്തിട്ടില്ല. ഏട്ടൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല. ഇവൻ പുറത്തിറങ്ങണ്ട, ഇവൻ അകത്തിരുന്ന് ഓപ്പറേറ്റ്. എനിക്കറിയാം അവനെ. അളി നിനക്ക് ഒരു ഷർട്ടേ ഉള്ള. നീ എനിക്ക് ഷർട്ട് മുണ്ടുള്ള കാര്യമൊന്നും അന്വേഷിക്കണ്ട. എന്റെ മുണ്ട് ഷർട്ട് എടുത്ത് തിരിച്ചു തരാൻ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം പോയപ്പോ ഏട്ടൻ ഒരെണ്ണം മേടിച്ചു തന്നില്ല. അതെവിടെ പോയി? അതല്ലേ
അതല്ലടാ ഇന്ന് ഇപ്പൊ എന്താണ്ട് പ്രധാനപ്പെട്ട മീറ്റിംഗ് ആന്ന് പറഞ്ഞ കാരണം ഏറ്റവും നല്ലത് കഴുകിയിടാൻ പറഞ്ഞു. ഞാൻ ആ പുതിയത് എടുത്താടാ കഴുകിയിട്ടത്. കഴുകേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ 3 ദിവസം മുമ്പ് കഴുകി വെക്കാൻ. അപ്പൊ അവള് കേട്ടില്ല. ഇനിയിപ്പൊ എന്റെ മുഖത്തോട്ട് എടാ കല്യാണം കഴിച്ച നാളെ അന്ന് മുതൽ തുടങ്ങിയതാ. തലേന്ന് തേച്ച് മടക്കി കഴുകി വെച്ചാലേ ഈ മനുഷ്യനിട്ടുണ്ട് പോവുള്ളൂ. ചൂട് പോകുന്നു ഷർട്ടിന്റെ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാ. കനക, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, അത് എടുത്തെങ്കിൽ തിരിച്ചു കളിയാ. കണ്ടോ ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. സത്യം എടുത്തില്ല. നീയേ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നീ എടുത്തുന്നുള്ളത്? ആളെ ഞാൻ എടുത്തില്ല. ഞാൻ എടുത്തില്ലല്ലേ. അത്യാരം എടുത്തില്ല. നിനക്കെന്റെ നാശമല്ലേ കാണേണ്ടത്? നീ കണ്ട് സന്തോഷിച്ചോടാ. കണ്ട് സന്തോഷിച്ചോ. ഞാൻ കീറിയതിട്ടുണ്ട് കൂടെ. കീറിയത് പഴയ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ പൊട്ടിയതായാലും കീറിയതായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതിട്ടോണ്ട് ഒരു പോകൂടി എന്റെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കട്ടെ. അപ്പൊ ഇവന് സന്തോഷമാകുമല്ലോ. നീ സന്തോഷിച്ചോ. ഒരു കാര്യം നീ ഓർമ്മിച്ചോടാ, 2 ഷർട്ട് കൊണ്ട് കുടുംബം പോറ്റണവന്റെ അവസ്ഥ ഉണ്ടല്ലോ. മനസ്സിലാവൂലടാ നിനക്ക്. അത് അനുഭവിച്ചോണ്ടിരിക്കണ ഞാൻ. എനിക്ക് ഷർട്ടൊക്കെയാണ് സാധാരണ രാഷ്ട്രീയക്കാരാണ്. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത തങ്കം. അതുകൊണ്ട് ഞാൻ മീറ്റിങ്ങിന് പോകാതെയൊന്നും ഇരിക്കുന്നില്ല. എടീ പഴയത് എന്റെ പഴയ മുണ്ട് ഷർട്ട് കൊള്ളൂലേക്ക് ഞാൻ ഇന്ന് അത് ഇട്ടോണ്ട് പോകും. പക്ഷെ മീറ്റിംഗ് എനിക്കത് വിഷയമല്ല. എനിക്കൊരു മീറ്റിങ്ങിന് പോയാൽ പറ്റും. എടുക്ക്. കറയുണ്ടെങ്കിലും ഇനി കീറിയതാണെങ്കിലും ഇനി അത് ഇടാൻ കൊള്ളൂലെങ്കിലും ഞാൻ അത് ഇട്ടോണ്ട് പോകും. ഞാനൊരു ഷർട്ട് വേണമെങ്കിൽ തയ്ച്ചു തരാം. തമാശ കളിക്കരുത്. നീ എടുത്തിട്ട് വേണേ പറയണ കേട്ടാ. പറഞ്ഞ മനസ്സിലാവൂലേ ഈ മനുഷ്യന്. എന്നെ അങ്ങനെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ടോ? ഓ അവക്ക് ബഡിന് വെച്ച് പിടിപ്പിക്കാൻ കണ്ടൊരു നേരം. അതാണെങ്കിൽ ബഡിന് ഞാൻ ഇറങ്ങി. ഓ പിറകെ വിളിക്കല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫോൺ കൊണ്ടോണ്ട. ഫോൺ കൊണ്ടെടുക്ക്. അതെ ആകെ ടെൻഷനായി. അവരൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? അതല്ലെന്നേ, കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ച ഹിന്ദിയൊക്കെ മറന്നും പോയി. ഇനിയിപ്പോ ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവില്ല. അവര് പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലല്ലോ. അത്ര മാത്രം ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹലോ, ഞാൻ 5 മിനിറ്റിനകത്ത് എത്തും. വേണ്ടേ? ആ അതെയോ? ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നാളെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ആ ഓക്കെ ഓക്കെ. അയ്യോ കുമ്പം മീറ്റിംഗ് മാറ്റി വെച്ചു നാളത്തേക്ക്. ഓ എന്തായാലും കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. അയ്യോ ഇതൊടിഞ്ഞല്ലേ കനക, നീ എന്നെ ഒടി വയ്ക്കാൻ നോക്കിയില്ലേ? മേളിലൊരാളിരിപ്പുണ്ട്, എല്ലാം കണ്ടോണ്ട്. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണും. എന്തായാലും പാർട്ടിയുടെ മീറ്റിംഗ് മാറിയത് നന്നായി. അതെ, നീ ഈ മുണ്ട് ഷർട്ടും ഇന്ന് രാത്രി കഴുകിയിടണം. വേണ്ട, ഇനി ഇതും കൂടി എടുത്തിട്ട് പോയി പിന്നെ നാളെ നിങ്ങൾ എന്തെടുത്തിട്ട് പോകും? അതെ, നാളത്തേക്കുള്ളത് ഞാൻ വേറെ പുതിയത് കരുതണുണ്ട്. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇത് കള്ളനെ പിടിക്കാനുള്ള ഇരയാണ്. ഞാനൊരു ഓപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. നിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും, നിൻ്റെ ആങ്ങളയോടും നിൻ്റെ നാത്തിനോടും പിന്നെ ഈ പരിസരത്ത് 1-2 വീടുകളുണ്ട്, അവിടെയൊക്കെ നീ പോയി പറയണം, എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിൽ ഞാൻ വലിയ നിലയിലെത്തും, ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ഉള്ളിൽ നീ അത് എത്തിക്കണം. പിന്നെ ഇന്ന് രാത്രി ഈ മുണ്ട് ഷർട്ട് നീ കഴുകി അകയിലിടണം. ഇന്ന് രാത്രി ഏവനാണിത് എടുക്കാൻ പറഞ്ഞത് എനിക്കൊന്ന് കാണണം. എന്നിട്ട് എൻ്റെ അളിയോ, നിന്നെ എൻ്റെ കൈ കിട്ടിയോട്ടല്ലോ, അവൻ്റെ കൈയും കാലും ഞാൻ അടിച്ചൊടിക്കും. എന്നിട്ട് ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലേ, എന്തെങ്കിലും ഒരു നല്ല കാര്യമൊന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മുണ്ട് ഷർട്ടും അടിച്ചോണ്ട് പോക്ക്. അതെനിക്ക് മനസ്സിലാവാത്ത. അവനെങ്ങനെ തിരിച്ചറിയും? അവനങ്ങ് നേരത്തെ അറിയാൻ പറ്റൂലല്ലോ. എടി, ആ വായി നോക്കി ഇപ്പോൾ കുറേ ദിവസമായിട്ട് ജോലിക്ക് പോകണില്ലല്ലോ. 24 മണിക്കൂർ ഇവിടെ വീട്ടിലല്ലേ. ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വെളി ഇറങ്ങുമ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ എത്തി നോക്കും, ഞാൻ എന്ത് പറയണമെന്ന്. അവൻ എല്ലാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ പണിമുടക്കല്ലേ, അതുകൊണ്ട് അവന് പോകാൻ പറ്റാൻ. കുന്തം യവ അതൊന്നുമല്ല.
യവനിപ്പോൾ അമ്പളിക്കുട്ടൻ്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ടെല്ലാം തീരുമാനമാവും. എന്തായാലും ഞാനേ ഷർട്ട് മേടിച്ചിട്ട് വരട്ടെ. നാളത്തെ പാർട്ടി മീറ്റിംഗ് കഴിയണതോടുകൂടി ക്ലീറ്റോന് പാർട്ടിയിലും കൂടെ നോക്ക്. ക്ലീറ്റോന് പാർട്ടിയിലെ വലിയ ജോലിയാവും. ജോലിയല്ലടി, പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സേവനമാണ്. എന്തോന്ന് സേവനം? ഇത് നമ്മുടെ ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ ഈ പരിപാടി. രാഷ്ട്രീയക്കാരെല്ലാം ജോലിയായിട്ട് എടുക്കുന്നത് ഇതൊരു സേവനമാണ്. സേവനം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ചെയ്താൽ മതിയല്ലോ. ക്ലീറ്റോ രാവിലെ 9 മണിയാകുമ്പോൾ പോകും, വൈകുന്നേരം 5:30 വരെ പാർട്ടി ഓഫീസിലിരുന്ന് ജോലി ചെയ്തിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് അത് ജോലി തന്നെയാണ്. എൻ്റെ ഭർത്താവിന് വേറെ ജോലിയൊന്നുമില്ല. പിന്നെ സാലറി ഒക്കെ കിട്ടുമോ? പിന്നെ സാലറി ഇട്ടായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ആൾക്കാർ, നമ്മുടെ നേതാക്കന്മാരെല്ലാം സ്വന്തമായിട്ട് സാലറി ഫിക്സ് ചെയ്യും, ഇടയ്ക്ക് അങ്ങ് കൂട്ടും. ആര് ചോദിക്കാൻ? പിന്നെ അവരുടെ കുടുംബം എങ്ങനെയാ കഴിയണല്ലേ? പിന്നല്ലാതെ ഇവനെല്ലാം സേവനം. സേവനം എന്ന് പറഞ്ഞാൽ നിന്റെതൊക്കെയാ, നീ മറ്റേ പോസിറ്റീവ് വലിഞ്ഞു കയറണതൊക്കെ. ഇതിനൊക്കെ നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ല ലോകപരിചയം വേണം, നല്ല അറിവ് വേണം. ഇവിടെ സംസാരിക്കുമ്പോൾ ലോകത്തില്ലാത്ത സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു പറയണം. അതാ വരുന്നത് ലോകവിവരമുള്ള രാഷ്ട്രീയ പ്രമുഖൻ. അതെ, ഇവിടെ വള വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ മുണ്ട് ഷർട്ട് ആര് കഴുകിയിടും? അത് വൈകുന്നേരത്തേക്ക് കഴിയിട്ടാൽ മതിയല്ലോ. വൈകുന്നേരത്ത് കഴുകിയിട്ടാൽ മതി. പക്ഷേ നീ ഇവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ എനിക്ക് വാങ്ങോട്ട്. അല്ലെ കഴിയിടുന്നേ കൊള്ളാം, രാത്രി തന്നെ എടുത്ത് മാറ്റിക്കൊള്ളാം, അല്ല ആരും എടുത്തോണ്ട് പോകും. അയ്യോ, അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങ് പോട്ടടേ. എത്രയെന്നും പറഞ്ഞ് പേടിച്ച് ജീവിക്കും. അതല്ല ഏട്ടാ, നമുക്ക് രാത്രി ഒന്ന് ഒളിച്ചിരുന്ന് നോക്കിയാലോ? നിനക്ക് വേറെ ജോലി ഇല്ലടി? അതെ ജയന്തിയെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ പാർട്ടിയിലെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞോണ്ടല്ലോ, അവർ ആ നിമിഷം കള്ളനെ ഉണ്ടല്ലോ, കള്ളനെ പൊക്കി തരും. പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട. എന്തിന് പാർട്ടിയിലെൻ്റെ സ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഉറപ്പായി. ഞാൻ പറഞ്ഞു ജോലിയുടെ കാര്യം. എന്തിനാ നീ കണ്ടവരടുത്തൊക്കെ പറയണത്? നമ്മളെ സന്തോഷം നമ്മളിൽ നിന്നാൽ മതി. അതെന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. നീ വാടി ഇങ്ങോട്ട് വന്ന് കഴുകിയിടെ. ഇനിയിപ്പോ ഈ ഷർട്ടും മുണ്ടും കൂടി ആരും എടുത്തോണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. ക്ലീറ്റോയ്ക്ക് ആ പേടിയൊന്നുമില്ല. ഇനി ഇതും കൂടെ ഏവനെങ്കിലും എടുത്തോണ്ട് പോയാ ക്ലീറ്റോയുടെ രാഷ്ട്രീയ ജീവിതം ഇതോടെ അങ്ങ് അവസാനിപ്പിക്കും. ഉറപ്പാണല്ലേ? 100% ഉറപ്പാണ്. ആണോ? എന്താണ് ദിൽഖുഷ്? ദിൽഖുഷ് ഇപ്പൊ ചതുരത്തില. ദിൽഖുഷ് നീളത്തിനുണ്ട്, വട്ടത്തിനുണ്ട്, ചതുരത്തിനുണ്ട്. എൻ്റെ ഇടയ്ക്ക് കാര്യം പറയാൻ നിന്ന എന്തിങ്ങനെ നോക്കുന്നത്? എനിക്ക് എന്റെ ഭർത്താവിന്റെ മുഖത്തോട് നോക്കാൻ പാടില്ല. ഈ ഉണക്ക വടി കൊണ്ട് ഒന്നും ആവില്ല കേട്ടോ ക്ലീറ്റോ. വരുന്നവരുടെ കയ്യിൽ വല്ല മാരകായുധങ്ങളൊക്കെ ഉണ്ടെങ്കിലോ രണ്ടൊന്ന് പാർട്ടിക്കാരെ കൂടി വിളിക്കായിരുന്നു. വരണത് ആരാടി വരുന്നത്? നിന്റെ ആങ്ങള കോന്തൻ. അവൻ്റെ കയ്യിൽ കൂടിയാൽ സ്ക്രൂ ഡ്രൈവറേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു പുല്ലും ഉണ്ടാവില്ല. അവനെ നേരിടാനേ ഈ കമ്പൊന്നും വേണ്ട. എൻ്റെ മുദ്രാവാക്യം വിളിക്കണ ഈ കൈ മതി. അവനൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. വന്നിട്ട് വേണം അവനെ. അവൻ വരാറാകുമ്പോ വന്നിരുന്നാ പോരെ ഇവിടെ? പിന്നെ നിന്നെ വിളിച്ചറിയിച്ചിട്ടല്ലേ അവൻ വരുന്നത്. എടുക്കാൻ പറഞ്ഞു. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പോയിച്ചു. ഈ ഒരു കാര്യം ചെയ്യും, പോയാൽ ലൈറ്റ് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണാൻ പറ്റുമോ? എടി, ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവന് നമ്മളെ കാണാൻ പറ്റൂലേ? നമുക്ക് അവനെ കാണാനുള്ള ലൈറ്റ് പുറത്തുണ്ട്. നീ പറഞ്ഞത് ചെയ്യ്, പോയി ലൈറ്റ് ഓഫ് ചെയ്യും. ടോർച്ചെടുത്ത് കയ്യിൽ വെച്ചോ. ടോർച്ചെടുത്ത് കയ്യിൽ വെക്കാൻ. എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞ് ഇത്ര നീ ഒന്ന് ഉറങ്ങിയിരിക്കടി. നിനക്കെന്താ വന്ന് പോയതിനു ശേഷം സിനിമയ്ക്ക് വല്ലതും പോകണം? എൻ്റെ ആങ്ങളല്ലേ, ഇനിയിപ്പോൾ തിന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങും.
നിന്റെ ആങ്ങളെ പെരും കള്ളനെ കാണടി അവൻ എന്നെ കനക എന്തുവാടാ ഇത്? ഈ നിമിഷം വരെ നീ അവനെ ഞാൻ പ്രാർത്ഥിച്ചതാ. അയ്യോ ഇവനുണ്ടല്ലോ പുതിയ ഉടുപ്പൊക്കെ എനിക്ക് മേടിച്ചോണ്ടിട്ട് എന്നെ അങ്ങ് പറ്റിക്കോ എടുക്കാനുണ്ട് ഇറങ്ങി വാടി കാണടി നിന്റെ കെട്ടിയോന്റെ തനി രൂപം കുറ്റബോധം ഉണ്ടാവും. വേണ്ട വീട്ടിലൊന്നും ചെയ്യല്ലേ. ജഗതി വന്ന് കാണ നീ. എന്തിനാടാ നീ എന്നോട് ഇങ്ങനെ ദ്രോഹം കാണിക്കുന്നത് കനക? എടാ ഇടി കൊള്ളാതെ നീ എഴുന്നേറ്റ് ഒന്ന് കാണു. എന്താ ഇതാരാ? ഏത് ഇതാര് എടാ ഉടുപ്പെടുക്കാൻ വന്നതാ. തുറക്കില്ല അവനെ. എന്റെ ക്ലീറ്റോന്റെ ജീവിതം നശിപ്പിക്കാൻ. അപ്പൊ നീയാണല്ലേ എന്റെ മുണ്ട് ഷർട്ട് ഇവിടെ സ്ഥിരമായിട്ട് എടുത്തോണ്ട് പോണേ? എന്തിനാണ് നീ എന്റെ മുണ്ട് ഷർട്ട് എടുത്തോണ്ട് പോണേ ഇവിടെ നിന്ന്? നേതാവ് മീറ്റിംഗ് വന്നില്ലെങ്കിൽ ആ സ്ഥാനം എനിക്ക് കിട്ടുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് പോയി നോക്കി ഇവൻ ഈ ഒരൊറ്റ ഉടുപ്പുള്ള ഇതെല്ലാം വേറെ ഉടുപ്പിട്ട് പോയാലോ മീറ്റിങ്ങിന്? അത് മാത്രമല്ല മീറ്റിങ്ങിന്റെ തലേദിവസം കൃത്യമായിട്ട് തുണി കഴിയോട് നിലകാൻ അറിയാം. അതെല്ലാവർക്കും അറിയാം. തലേദിവസം രാത്രി കഴുകിയിട്ട് പിറ്റേന്ന് ചൂടോടെ ഇട്ടുകൊണ്ട് വരുള്ളൂ എന്ന് അറിയാം. എങ്കിലേ നേതാവിന് ബുദ്ധി വർക്ക് ചെയ്യത്തുള്ളൂ. ബുദ്ധിമാനായ നേതാവിന് അതിനേക്കാൾ ബുദ്ധിമാനായ ശിഷ്യൻ. അടിപൊളി. Versus Alien.